ഹലോ. അങ്ങനെ ഇതിൻ്റെ ആഘോഷങ്ങളും അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബാക്ക് ടു ലൈഫിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതെ, ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം 5 ദിവസത്തോളം അവധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഇതിന് ഞങ്ങൾ പോയത് ഗേവാൻ ഐലൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഖത്തറിലെ ഒരു മനുഷ്യനിർമ്മിത ദ്വീപാണ് ഈ ഗേവാൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യുന്നത്. ദോഹയുടെ വെസ്റ്റ് ബേ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രമാണിച്ച് ഇവിടെ കുറെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും 2 ഫ്രണ്ട്സിന്റെ ഫാമിലിയും കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. കടലിൽ നിർമ്മിച്ച ഒരു മനുഷ്യനിർമ്മിത ദ്വീപാണ് കേട്ടോ ഈ ഗേവാൻ ഐലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലക്ഷറി ഹോംസ്, ഷോപ്പിംഗ്, റെസ്റ്റോറന്റ് തുടങ്ങിയ ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങൾ അടങ്ങിയ ജീവിതമാട്ടോ ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പൊ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് ഒരുമിച്ച് കൂടാ കളിക്കുക എന്നൊക്കെ പറയുന്നതാണല്ലോ അവരുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഇതും കൂടി ആയതുകൊണ്ട് ലൈറ്റിങ്ങും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു സെലിബ്രേഷൻ മൂഡ് തന്നെയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് കാരണം എന്തൊക്കെയാണ് ഇവിടെ കാണാനുണ്ടാവുക, എന്തൊക്കെ ഇവിടുത്തെ പ്രത്യേകത എന്നൊക്കെ അറിയാനും കാണാനൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായിട്ട് അറിയപ്പെടുന്നത് കൊണ്ട് ആ രീതിയിലും ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വിനോദത്തിനും വിശ്രമത്തിനും ഒക്കെ ആയിട്ട് നിരവധി സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഖത്തറിലെ ശരിക്കും ആധുനിക സൗകര്യങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഈ ഗേവാൻ ഐലൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്യാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് അന്ന് വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും നല്ലൊരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നേരിട്ട് കണ്ടാൽ തന്നെ നമുക്കതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ആദ്യം പോയത് ഇതിന്റെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പൊ അവിടെ ഓൾറെഡി ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ ഈ ക്ലൈമറ്റ് കൺട്രോൾഡ് ക്രിസ്റ്റൽ വാക്ക് എന്ന് പറയുന്നത്. കുട്ടികൾ വന്നപ്പോൾ മുതൽ ഫുൾ ടൈം അതുമ്പോൾ തന്നെയായിരുന്നു. ക്രിസ്റ്റൽ കൊണ്ടാണ് കേട്ടോ അവരിത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള ഡിസൈനുകളിൽ അവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുട്ടികൾ ഉള്ളവർ എന്താ പറയുക, ഖത്തറിലുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ നിന്ന് വന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടം. കുറേ നേരം നമ്മൾ നോക്കി നിന്ന് പോട്ടോ, നമുക്കതൊന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയും ഭംഗിയാണ് ക്രിസ്റ്റൽ കൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ഈ വർക്ക് കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഓരോ സ്ഥലത്തും ചെന്ന് കുറെ നേരം സംസാരിക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചുറ്റി നടന്ന് കാണാം, പിന്നെ വീണ്ടും നിന്ന് സംസാരിക്കുക. ഇതൊക്കെയായിരുന്നു തൊട്ട് മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ കുട്ടികളുടേതായ രീതിയിലുള്ള എൻജോയ്മെന്റും കളികളൊക്കെ ആയിട്ട് അവരും ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ പെരുന്നാൾ പ്രമാണിച്ച് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിഡ്സ് കോർണർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ മെഹന്തി ഇടാം, അതുപോലെ തന്നെ ഫേസ് പെയിന്റ് ചെയ്യാം, കളറിംഗ് ഒക്കെ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ഇത് ക്യൂവിൽ നിൽക്കാണ് കേട്ടോ. കുറെ നേരം നിന്നെങ്കിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ചെയ്തിരുന്ന ആളുകള് ബ്രേക്കിന് വേണ്ടി പോയിട്ടോ. അപ്പൊ അത് കാരണം പിന്നെ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തെങ്കിലും പിന്നെ അവരെ കാണുന്നില്ല. അപ്പൊ പിന്നെ സമയം കുറെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് കുറെയൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടായിട്ട് പിള്ളേർ സമ്മതിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ക്ലൈമറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ചൂടുള്ള സമയമായിട്ട് പോലും ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് ഒട്ടും ചൂട് തോന്നാതെ, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്തിയ ഫീല് തോന്നിക്കുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ലൊരു എഫേർട്ട് തന്നെ എടുത്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും സുഖമാണ് നമുക്ക് അവിടെ നിൽക്കാനായിട്ട്. എത്ര നേരം നിന്നാലും നമുക്ക് മടുപ്പ് തോന്നൂല. അത്രയും ഒരു കൂളിംഗ് ആണ് കേട്ടോ ആ ഏരിയ മൊത്തം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം നമ്മൾ യൂറോപ്യൻ കൺട്രിയിൽ എത്തിയോന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അവിടുത്തെ എങ്ങനെയായിരിക്കും ഒരു ക്ലൈമറ്റ് എന്നുള്ളത്. പിന്നെ ഇത് ഗേവാൻ ഐലൻഡിന്റെ ഒരു മോഡലാണ് കേട്ടോ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതും ക്രിസ്റ്റൽ കൊണ്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വന്ന് ഫീൽ ചെയ്ത് തന്നെ അറിയണം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഖത്തറിലുള്ളവര് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു ഭംഗിയും ഓരോ കാര്യങ്ങളും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ വെള്ളത്തിലുണ്ടാക്കിയ കരിയുമുകള്, കടൽ തീരങ്ങള്, അതുപോലെ തന്നെ കളിസ്ഥലങ്ങള്, വിനോദത്തിനുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ദ്വീപിൽ താമസിക്കുന്നവർക്ക് സൗകര്യപ്രദമായ ജീവിതം നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിരവധി സൗകര്യങ്ങളാട്ടോ അവർ ഒരുക്കിയിരിക്കുന്നത്. എന്താ പറയുക, ഷോപ്പിങ്ങും റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ ലക്ഷറി ഹോംസും ഒക്കെ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ.
ഡേയും നൈറ്റും 2 തരത്തിലുള്ള വ്യൂ മനോഹാരിതയാണ് കേട്ടോ ഈ ഒരു ഐലൻഡിലുള്ളത്. ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു ഐലൻഡിലുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ, അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരുവിധം ഏരിയ ഒക്കെ കവർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇനിയൊരു ഡേ ടൈമിൽ വരാന്നുള്ള പ്ലാനിങ്ങോട് കൂടി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. കാരണം ഇപ്പൊ തന്നെ കുട്ടികളൊക്കെ ഒരുവിധം വിശന്നും കളിച്ചും ഒക്കെ വയ്യാണ്ടായിട്ടോ. അപ്പൊ ഇനിയും അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ രാത്രിയിലത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ ഇനിയിപ്പോ ഡേ ടൈമിലത്തെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനായിട്ട് അടുത്തൊരു ഒഴിവ് ദിവസം നോക്കിയിട്ട് വരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഗേവാൻ ഐലൻഡിലെ വിശേഷങ്ങൾ. ഇനിയും ഒത്തിരി വിശേഷങ്ങളുണ്ട് ഇവിടെ. നമുക്ക് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ലേറ്റ് ആയതുകൊണ്ടും എല്ലാ ഏരിയ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റുന്ന ഏരിയകളൊക്കെ നമ്മൾ കവർ ചെയ്തു. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഖത്തറിലുള്ളവര് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ദിവസം കുട്ടികളെയൊക്കെ കൊണ്ട് ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയില് പുതിയൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.